അടുത്തതായിട്ട് കന്നിമൂലയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ്. ശരിക്കും കന്നിമൂല എന്ന് പറയുന്നത് കന്നി രാശി അഥവാ തെക്ക് പടിഞ്ഞാറേ മൂലയാണല്ലോ ഇങ്ങനെ പറയാറ്. നാലുകെട്ട് സമ്പ്രദായത്തിൽ ഗൃഹങ്ങൾ നാലെണ്ണവും നിർമ്മിച്ചതിന് ശേഷം അതിന്റെ 4 കോണുകളിലും കൂട്ടിക്കെട്ടുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് 4 കോണുകളിലും പ്രത്യേകിച്ച് റൂമുകളൊന്നും കാണാറില്ല. കന്നി മൂലയും അതുപോലെ തന്നെ വടക്കേ കിഴക്കേ മൂലയും എല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ഗൃഹനിർമ്മാണത്തിന് കന്നിമൂലയ്ക്ക് അമിതമായ പ്രാധാന്യം കൊടുത്ത് കാണാറുണ്ട്. കന്നിമൂലയിൽ തന്നെ ബെഡ്റൂം വരണമെന്നും ഒരു ഗ്രന്ഥങ്ങളിലും പറയുന്നില്ല. അനേക സ്ഥാനങ്ങളുള്ളതിലെ ഒരു സ്ഥാനം മാത്രമാണ്, ബെഡ്റൂമിന്റെ സ്ഥാനം മാത്രമാണ് കന്നിമൂല. അതുപോലെ തന്നെ മറ്റൊരു അബദ്ധധാരണയുണ്ട്, കന്നിമൂല പൊങ്ങിയിരിക്കണം എന്ന്. ശരിക്കും കന്നിമൂല പൊങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പഴയ ഓടിട്ട കെട്ടിടങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കോർണറുകളെല്ലാം താഴ്ന്നിരുന്നാൽ മാത്രമേ വെള്ളം ഒഴുകി പോകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ സെന്ററാ ഉയർന്നിരിക്കുന്നത്. ഇവിടെ ഉയർന്നിരിക്കണം എന്ന് പറയുന്നതും ശരിയാണ്, അതിന്റെ ഭൂമിയാണ്. വടക്കോട്ട് ചാഞ്ഞാൽ ധനവും കിഴക്കോട്ട് ചാഞ്ഞാൽ ഐശ്വര്യവും കിട്ടുന്നു. അതുകൊണ്ട് വടക്ക് കിഴക്കേ മൂല താഴ്ന്നിരിക്കണം എന്ന് വെച്ചാൽ കന്നിമൂല ഉയർന്നിരിക്കണം. അത് ഭൂമിയിൽ നമ്മൾ മണ്ണിട്ട് ഉയർത്തി ആ ഒരു വെള്ളത്തിന്റെ ഒഴുക്ക് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കന്നിമൂലയ്ക്ക് അമിതമായ പ്രാധാന്യങ്ങളൊന്നും തന്നെ ഒരു ഗ്രന്ഥങ്ങളിലും പറഞ്ഞു കണ്ടിട്ടില്ല.